ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത് രണ്ട് ബുക്കുകളുടെ ഒരു കമ്പാരിസനാണ്. അതായത് ഒരു ബുക്ക് റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത്. ധാരാളം ആളുകൾ എല്ലാ വർഷവും വാങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് മനോരമ ഇയർ ബുക്കും മാതൃഭൂമി ഇയർ ബുക്കും. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇതിൽ ഏത് ബുക്കായിരുന്നു വാങ്ങേണ്ടതെന്ന് പല ആൾക്കാരും ചിന്തിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ രണ്ട് ബുക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ബുക്കും ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് നമുക്ക് മാതൃഭൂമി ഇയർ ബുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം മാതൃഭൂമി ഇയർ ബുക്കിനെയും ഈ മനോരമ ഇയർ ബുക്കിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പ്രൈസ് നോക്കുക വെച്ചാൽ രണ്ടിനും 150 രൂപയാണ് വരുന്നത് പ്രൈസ്. ഇതിനും അത് ഇതാണോ. അപ്പോൾ രണ്ടിനും വിലയിൽ വ്യത്യാസമില്ല, ഒരേ വില തന്നെയാണ് രണ്ട് ബുക്കിനും. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് ബുക്കിലും നമുക്ക് കൂപ്പൺ കിട്ടുന്നുണ്ട്. അതായത് ഇവരുടെ വെബ്സൈറ്റിലേക്ക് ഒരു വർഷം ഫ്രീ ആയിട്ട് ആക്സസ് ആണ് രണ്ട് പുസ്തകങ്ങളും തരുന്നത്. അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മാതൃഭൂമി ഇയർ ബുക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം നമുക്ക് ഈ മാതൃഭൂമിയുടെ വെബ്സൈറ്റിലേക്ക് ഇയർ ബുക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട്. അതിന് നമ്മൾ ഇതിനൊപ്പം കിട്ടുന്ന ഈ സീരിയൽ നമ്പർ കൂടെ അടിച്ചെടുത്താൽ മതി. ഇതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്തിട്ട് ഈ സീരിയൽ നമ്പറും അടിച്ചു കൊടുത്താൽ നമുക്ക് അതിൽ ഫ്രീ ആയിട്ട് ഒരു വർഷം ആക്സസ് ഉണ്ട്. പക്ഷേ ഇതിലും അതേ ഫീച്ചറിനുണ്ട്. പക്ഷേ മനോരമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഒരു അഡീഷണലായിട്ട് ഒരു 99 രൂപയും കൂടി അടയ്ക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ആ 99 രൂപയ്ക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയണു. ആ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിസ്കൗണ്ട് കോഡും ഉണ്ട്. ഇവിടെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഡിസ്കൗണ്ട് കോഡ് കിട്ടും. അതാണ് ഇത് തമ്മിലുള്ള ഒരു ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ. പിന്നെ ഈ മാതൃഭൂമിയിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വിശദമാക്കിയിട്ടാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ മനോരമ ഇയർ ബുക്കിൽ അവർ ഒരു LDC സ്പെഷ്യൽ PSC ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കവർ പേജിൽ അടിച്ചിരിക്കുന്നത്. രണ്ടും PSC ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഏകദേശമൊക്കെ ഇറക്കിയിരിക്കുന്നത്. പക്ഷേ മനോരമയിൽ ഇതിൽ കൂടുതലായിട്ട് ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഏകദേശം 5000 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മനോരമ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഈ മാതൃഭൂമി ആകുമ്പോൾ ചോദ്യോത്തരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി എല്ലാ വിഷയത്തെ പറ്റിയിട്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാതൃഭൂമിയുടെ ഇയർ ബുക്ക് വാങ്ങിയായിരിക്കും നല്ലത്. കാരണം അവർ കുറച്ച് വിശദമാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാവും എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടൊന്ന് പരത്തി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് കാര്യങ്ങൾ എഴുതുന്നുണ്ടാവും. ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് ഇതിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നാവുക ഈ മനോരമയുടെ ഇയർ ബുക്കാണെന്ന് തോന്നുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടിലും ഒരേ വിഷയങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളം, ഇന്ത്യ, ലോകം, പിന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, പ്രതിരോധം, ശാസ്ത്രം, ഗവേഷണം, അതുപോലെ ബഹിരാകാശാസ്ത്രം എല്ലാം രണ്ട് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമിയിലാണെങ്കിൽ കൂടുതൽ വിശദീകരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. മനോരമ അതൊരു ചോദ്യ ഉത്തരം എന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണൊരു പ്രധാന വ്യത്യാസം. പിന്നെ ഇതിൻ്റെ പേജ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഈ മാതൃഭൂമിയുടെ പേജ് ക്വാളിറ്റിയാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ മനോരമയുടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതായി തോന്നിയത്. ഇപ്പോൾ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ പേജ് ക്വാളിറ്റി നോക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ഉള്ളടക്കത്തിലാണുള്ള പ്രാധാന്യം. വലിയ നല്ല തന്നെയാണ് രണ്ടും. പക്ഷേ പേജിൽ മാതൃഭൂമിയുടെ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ. മനോരമയുടെ പേജ് ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അത് തൊടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ്സും കുറച്ചുകൂടി കട്ടിയുള്ളതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളടക്കം നമ്മൾ നോക്കുമ്പോൾ
ഇതിൽ പേജ് നമ്പറിൻ്റെ ഒപ്പം തന്നെ ഈ മാതൃഭൂമിക്കാർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കളർ കോഡും കൂടി കൊടുത്തിട്ടുണ്ട് ഓരോ വിഷയങ്ങൾക്കും. ഇതുപോലെ കേരളത്തിൻ്റെ ഈ പച്ച കളർ കോഡുള്ള പേജുകളിലെല്ലാം കേരളത്തെ പറ്റിയുള്ള വിവരങ്ങളായിരിക്കും. അതുപോലെ ചുവപ്പാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വിവരങ്ങൾ. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. അതാണ് കളർ കോഡ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേണമെങ്കിൽ പേജ് നമ്പർ നോക്കാതെ ആ കളറിൻ്റെ ഭാഗം തുറന്നു നോക്കിയാൽ ആ വിഷയങ്ങൾ തന്നെ ആയിരിക്കും. കാണാം പച്ചയുടെ ഭാഗത്താണ് കേരളമാണ്. ഈ എല്ലാ ഭാഗത്തും പച്ച വരുന്ന ഭാഗങ്ങളിലെല്ലാം കേരളത്തെ സംബന്ധിച്ച് വിവരങ്ങളായിരിക്കും. അതുപോലെ ഇപ്പോൾ ഈ ചുവപ്പിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇന്ത്യയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് എല്ലാം. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പേജ് നമ്പർ നോക്കിയെടുക്കാൻ മാതൃഭൂമിയിൽ പറ്റില്ല. ഓരോ വിഷയങ്ങളെയും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിട്ട് 144 മുതൽ 155 വരെയാണ് വിവരങ്ങളെന്ന് ഉള്ള പേജുകളിലാണ് വിവരങ്ങളെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ മനോരമയുടെ അടുത്ത് നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി ആ പേജുകൾ ഇന്ന പേജിലാണ് ഇന്ന വിഷയത്തെ സംബന്ധിച്ച കാര്യം കൃത്യമായിട്ട് തന്നെ അവർ കാണണം. കേരള ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 38ാമത്തെ പേജിലാണ്. വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ നോക്കിയെടുക്കാം. മറ്റത് അവരൊരു ഇത്ര പേജുകളുടെ ഇടയിലാണ് ആ വിഷയങ്ങളെ പറ്റിയിട്ടുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ വിഷയത്തിൻ്റെയും പ്രത്യേകമായിട്ട് പേജ് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പേജ് നമ്പർ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ മനോരമയുടെ ഒരു ബുക്കിൻ്റെ എന്താന്ന് പറയുമ്പോൾ. അപ്പോൾ രണ്ട് ബുക്കും ഒരേപോലെ തന്നെ എല്ലാ വിഷയങ്ങളും കവർ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളേ ഉള്ളൂ, വിലയിൽ വ്യത്യാസങ്ങളില്ല. പിന്നെ കണ്ടൻറ്റുകളെല്ലാം സെയിമാണ്. പരത്തി വായിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാതൃഭൂമി വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരും വ്യത്യാസമായിരിക്കും. ഞാൻ അതിൻ്റെ ഉള്ളിലെ പേജുകളെല്ലാം കാണിക്കാം. മനോരമയിലാണെങ്കിൽ ചോദ്യം ഉത്തരമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മനോരമയുടെ ബുക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ഞാനിത് രണ്ടും പൂർണ്ണമായി വായിച്ചിട്ടില്ല, വെറുതെ ഇപ്പോൾ വാങ്ങിയപ്പോൾ തന്നെ ഒന്ന് മറിച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ ഒരു ഇമ്പ്രഷനാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. കൂടുതൽ വായിച്ചിട്ടില്ല, ഞാൻ വെറുതെ തുറന്നൊന്ന് പേജുകളോടെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുള്ളൂ. ഞാൻ രണ്ട് പുസ്തകം തുറന്ന് നിങ്ങളെ കാണിക്കാം. മനോരമയുടെ ഇയർ ബുക്കിൻ്റെ ഉൾഭാഗം ഒന്ന് ഞാൻ കാണിക്കാം. ഇത്രയൊക്കെയാണ് ഈ രണ്ട് ബുക്കിനെ പറ്റി പറയാനുള്ളത്.